ചരിത്രം പലപ്പോഴും ക്രൂരമാണ്. അത് ചിലപ്പോൾ ഇതിഹാസങ്ങളോട് പോലും കരുണ കാണിക്കാറില്ല. ഫുട്ബോൾ ലോകം കീഴടക്കിയ അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റിയ ഗോളടി യന്ത്രം, 5 തവണ ലോകത്തെ മികച്ച താരമായവൻ, പോർച്ചുഗലിനെ സ്വന്തം തോളിലേറ്റി യൂറോ കപ്പും ചോടിച്ച നായകൻ, 23 വർഷത്തോളം ഫുട്ബോൾ മൈതാനങ്ങളെ തന്റെ കാൽ കീഴിലാക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ പ്രതിഭയ്ക്ക് ഒടുവിൽ ലോകകപ്പിന്റെ സുവർണ സിംഹാസനമില്ലാതെ കളമിടേണ്ടി വന്നിരിക്കുന്നു. കണ്ണീരോടെ, നിരാശയോടെ സ്പെയിനിന് മുന്നിൽ പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ വീഴുമ്പോൾ അത് വെറുമൊരു ടീമിന്റെ പുറത്താകലായിരുന്നില്ല. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായ ഒരു യുഗത്തിന്റെ വികാരനിർഭരമായ പടിയിറക്കമായിരുന്നു. കരുത്തരായ സ്പെയിനിനോട് എതിരില്ലാത്ത ഒരു ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങിയാണ് പോർച്ചുഗൽ പുറത്തായിരിക്കുന്നത്. 90 മിനിറ്റ് വരെ ഗോൾ പിറക്കാതിരുന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ മൈക്കൽ മെറീനോ നേടിയ ഗോളിന്റെ കരുത്തിലാണ് സ്പെയിനിന്റെ ക്വാർട്ടർ പ്രവേശനം. 85-ാം മിനിറ്റിൽ പകരക്കാരനായി കളത്തിലെത്തിയ ശേഷമാണ് മെറിനോയുടെ ഗോൾ നേട്ടം. പോർച്ചുഗലിന്റെ പുറത്താകലോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ ഐതിഹാസിക കരിയറിന് കൂടിയാണ് വിരാമമായിരിക്കുന്നത്. ഈ ലോകകപ്പോടെ വിരമിക്കുമെന്ന് റൊണാൾഡോ വെളിപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഇത്തരമൊരു പടിയിറക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 41-ാം വയസ്സിൽ തന്റെ 6ാം ലോകകപ്പ് കളിക്കാനെത്തിയ റൊണാൾഡോയ്ക്ക് തന്റെ അവസാന ലോകകപ്പിലെങ്കിലും കിരീടം നേടാമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ സ്പാനിഷ് നിരക്ക് മുന്നിൽ അത് അവസാനിച്ചു. 6 ലോകകപ്പിൽ നിന്ന് 11 ഗോളുകളോടെയാണ് റൊണാൾഡോക്ക് ലോകകപ്പിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത്. സ്പെയിനെതിരെ ഗോൾ നേടാൻ ലഭിച്ച അവസരങ്ങളൊന്നും മുതലാക്കാൻ റൊണാൾഡോക്ക് സാധിച്ചില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. അവസാന മിനിറ്റ് വരെ റൊണാൾഡോക്ക് അവസരം ലഭിച്ചതാണ്. എന്നാൽ പന്തിലേക്ക് അതിവേഗം കുതിച്ചെത്താൻ റൊണാൾഡോക്ക് കഴിഞ്ഞില്ല. ബ്രസീലിന്റെ പുറത്താകലിന് പിന്നാലെ കണ്ണീരോടെ വിടവാങ്ങിയ നെയ്മർക്കൊപ്പം പറങ്കിപ്പടയുടെ ഇതിഹാസ നായകനും തോൽവിയോടെ തലകുനിച്ച് മടങ്ങേണ്ടി വന്നു. ലയണൽ മെസ്സി എന്ന റൊണാൾഡോയുടെ മുഖ്യ എതിരാളി ഖത്തർ ലോകകപ്പിലൂടെ കപ്പിലേക്ക് എത്തിയപ്പോൾ 4 വർഷങ്ങൾക്കിപ്പുറം റൊണാൾഡോയ്ക്കായി പോർച്ചുഗൽ കപ്പ് നേടുമെന്ന് കരുതിയവർ ഏറെയാണ്. ഈ മോഹങ്ങളാണ് പ്രീ ക്വാർട്ടറിൽ അവസാനിച്ചത്. പോർച്ചുഗലിനായി ഇനിയും കളിച്ചേക്കുമെന്ന സൂചനയാണ് വാർത്താസമ്മേളനത്തിൽ റൊണാൾഡോ നൽകിയത്. ലോകകപ്പ് നേടാനായില്ലെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ താൻ എഴുതി ചേർത്ത മഹത്വത്തിന് യാതൊരു കോട്ടവും തട്ടില്ലെന്ന മുൻകൂർ ജാമ്യത്തോടെയാണ് റൊണാൾഡോ സ്പെയിനെതിരെ ബൂട്ടണിഞ്ഞത്. 23 വർഷമായി താൻ വേട്ടയാടപ്പെട്ടുവെന്നും എന്നാൽ തന്നെ വിമർശിച്ച് ആരും സമയം കളയേണ്ടെന്നും റൊണാൾഡോ പറഞ്ഞിരുന്നു. അപ്പോഴും ഇത്തരമൊരു പുറത്താക്കൽ റൊണാൾഡോയുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരിക്കില്ല. പക്ഷേ വിധി കാത്തുവച്ചത് ലോകകപ്പില്ലാതെയുള്ള റൊണാൾഡോയുടെ പണിയിറക്കത്തിനാണ്. ഇനി പോർച്ചുഗൽ ജേഴ്സിയിലേക്ക് റൊണാൾഡോയ്ക്ക് വെളിയെത്താൻ സാധ്യത കുറവാണ്. എന്തായാലും ലോകകപ്പിന്റെ പകിട്ടില്ലാതെ പോകുമ്പോഴും ആരാധക ഹൃദയങ്ങളിലെ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ സ്ഥാനത്തിന് കോട്ടം തട്ടില്ലെന്ന് നിസ്സംശയം പറയാം. റൊണാൾഡോ പോർച്ചുഗലിന്റെ കേവലം ഒരു താരമായിരുന്നില്ല, ആ ടീമിന്റെ മുഖമായിരുന്നു. പോർച്ചുഗലിന്റെ എക്കാലത്തെ മികച്ച ഇതിഹാസം ആരെന്ന ചോദ്യത്തിന് റൊണാൾഡോ എന്ന് മാത്രമാകും ഉത്തരവും. എന്തായാലും ലോകകപ്പിന് ചാരുതയില്ലാതെ ആ ഇതിഹാസത്തിന് ബൂട്ടഴിക്കേണ്ടി വരുമ്പോൾ എതിരാളികൾക്ക് പോലും അത് വൈകാരിക നിമിഷമായിരിക്കുമെന്ന് തന്നെ പറയാം. ഒരു ലോകകപ്പ് കിരീടമില്ലാത്തത് കൊണ്ട് മാത്രം വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകുന്നതല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന സാമ്രാജ്യം. ലോക ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകത്തിൽ ആ സുവർണ അധ്യായം എഴുതി ചേർക്കാൻ വിധി അനുവദിച്ചില്ലായിരിക്കാം. പക്ഷേ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന സിംഹാസനം ഇപ്പോഴും എപ്പോഴും ആ 7-ാം നമ്പർ ജേഴ്സിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മൈതാനത്ത് വിരിഞ്ഞ അത്യപൂർവ പ്രതിഭകൾക്കുമപ്പുറം കഠിനാധ്വാനം കൊണ്ടും അടിയറവ് വയ്ക്കാത്ത മനോവീര്യം കൊണ്ടും ഒരു മനുഷ്യന് എത്രത്തോളം ഉയരത്തിൽ പറക്കാമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന പോരാളിയാണ് റൊണാൾഡോ. ലോകകപ്പിന് തിളക്കമില്ലാതെ ആ ബൂട്ട് അഴിച്ചു വെക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ അദ്ദേഹം കുറിച്ചിട്ട ആ ഒരു വാക്കുണ്ട്. അതെന്നും ഫുട്ബോൾ മൈതാനങ്ങൾ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. ഇതിഹാസമേ, ഫുട്ബോൾ ലോകം താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു.